ആരിഫ് കാര്യമായിട്ടൊരു വിഷയം പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതും ഞാൻ പറഞ്ഞത് ഈ സ്ഥലം മാറിപ്പോയതാണ് ആരിഫിന്റെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ആരിഫ് വലിയ കാര്യന്മാരി, കാരണം പലപ്പോഴും ഒരു ഹിന്ദു ആക്ടിവിസ്റ്റിനോട് കൂടി പറയുമ്പോൾ നമ്മുടെ ഈ ഹാദിയ വിഷയമൊക്കെ പറഞ്ഞ കുറച്ചും കൂടിയൊക്കെ ഒരു ഹിന്ദു മുസ്ലിം ആയ ഒരു കേസൊക്കെ ആണല്ലോ. അപ്പൊ അതിങ്ങനെ പറയുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ഒരു പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് മുസ്ലിങ്ങൾക്കെതിരായിട്ട് കിട്ടാനൊക്കെ സാധ്യത ഉണ്ട് എന്നുള്ള നിലക്കായിരിക്കാം ആരിഫ് എന്തെങ്കിലും ഹാദിയ വിഷയം എടുത്തിടുന്നുണ്ട്. ഭയങ്കര രസമായിട്ടുണ്ട്. കാരണം ഒന്നാമത് ആരിഫ് അതിൽ കുറച്ച് തള്ളുന്നുണ്ട്. പക്ഷെ ആരിഫിന് മനസ്സിലായിട്ടില്ല രാഹുൽ ഈശ്വർ ഇതിൽ നേരിട്ട് ഇടപെട്ട ഒരു വ്യക്തിയാണ്. നേരിട്ട് ഇടപെട്ടെന്ന് മാത്രമല്ല, രാഹുൽ ഈശ്വർ അതിൽ ഹാദിയുമായി ബന്ധപ്പെട്ട് ഇടപെടുന്നത് ഹാദിയെ തിരിച്ച് ഹിന്ദു മതത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആ നിലക്ക് പിന്നെ മതപരിവർത്തനം തടയാൻ കൂടി ആ സമയത്ത് ഇടപെട്ട ഒരാളാണ് രാഹുൽ ഈശ്വർ. അത് ആരിഫിന് അറിയില്ല. ആരിഫ് എന്ത് ചെയ്യാണ്, അതൊന്നും അറിയാതെ നേരെ പോയി തള്ളിയിട്ട് ഒരു തള്ളല് വിടുന്നുണ്ട്. അത് ഈ വിഷയത്തിൽ കുറച്ചും കൂടി നേരിട്ട് അവരുടെ ഫാമിലിയുമായിട്ടും അതുപോലെ തന്നെ ജോസഫൈൻ അന്നത്തെ വനിതാ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇടപെട്ട് ആ വിഷയത്തിൽ ഭയങ്കരമായി ഇടപെട്ട് ഇവൻ ഒരു ഹിന്ദു പക്ഷത്തു നിന്ന് ഇടപെട്ട രാഹുലിനോടാണ് ഇത് പറയുന്നത് മറന്നുപോയി. പക്ഷെ ആരിഫിന്റെ ആദ്യത്തെ തള്ളൽ ആദ്യം കേൾക്കാം, എന്നിട്ട് അതിന് കിട്ടുന്ന വയറ് നിറച്ചിട്ടുള്ള ഒരു മറുപടിയും കൂടി ഉണ്ട്. അത് നമുക്ക് പിന്നെ കാണാം. ഇനി ഈ സങ്കീർണത എന്നാണ് പറയുന്നത് ഈ ഹാദിയ വിഷയത്തിൽ ഒരു സങ്കീർണതയല്ല. ഹാദിയയുടെ അച്ഛനുമായിട്ട് ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുള്ളതാണ്. ഹാദിയയുടെ അച്ഛൻ പറഞ്ഞത്, ഹാദിയയുടെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ആട് മേയ്ക്കുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞു. അപ്പൊ ഹാദിയയുടെ വീട്ടിൽ അത്യാവശ്യം പറമ്പൊക്കെ ഉണ്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞു, മോൾ എന്തിനാണ് ഈ ആട് മേയ്ക്കാൻ അവിടെ ഫാം വല്ലതും തുടങ്ങുന്നതിനെ കുറിച്ചായിരിക്കും പറയുന്നത്, എന്തിനാ അങ്ങോട്ടൊക്കെ പോകണേ, നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ഇഷ്ടംപോലെ പ്ലാവില നമുക്ക് കൊടുക്കാൻ ഇവിടെ ഇല്ലേ, ഇവിടെ വന്നോ എന്ന് പറഞ്ഞപ്പോൾ ഹാദിയ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഈ അച്ഛൻ അശോകൻ തൻ്റെ സുഹൃത്താണ്, ബന്ധുവാണ്, ഒരാളോട് കൂടി സംസാരിച്ചപ്പോൾ ആളോട് ഈ പറയുന്ന കാര്യം പറഞ്ഞു. അയാള് വലതുപക്ഷക്കാരനാണ് കേട്ടോ, സംഖ്യയാണ് കേട്ടോ. അയാൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നു. ആട് മേയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പ്രശ്നമാണെന്നുള്ളത്. അയാൾ അത് റിപ്പോർട്ട് ചെയ്യുകയും അങ്ങനെയാണ് ഇതിന്റെ പിന്നിലുള്ള ഈ ജിഹാദി ഇൻഫ്ലുവൻസ് ആണ്, ദഅവ ഇൻഫ്ലുവൻസിൽ പെട്ടുപോയതാണ് അഖില എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഇറങ്ങി തിരിച്ചത്. പിന്നീടാണ് അത് സങ്കീർണമായത്. ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അഖില എന്ന് എവിടെ ഉണ്ടാവും? അഖില ഇപ്പം നമ്മൾ കേൾക്കുന്നില്ലേ, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു ഐസിസ് മാട്രിമോണി അവിടെ നടത്തിയിട്ടുണ്ട്. അതായത് ഇവിടുന്ന് കുറേ എണ്ണത്തിന് കൊണ്ടുപോയി കല്യാണം കഴിച്ചിട്ട് ജിഹാദ് എന്ന് പറഞ്ഞ് പോയതാണ്. ഇപ്പം അവർക്ക് നാട്ടിലേക്ക് വരണം, എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് നിലവിളിയാണ്. നടക്കില്ല. അതൊരു വലിയ സുരക്ഷാ പ്രശ്നമായിട്ട് തന്നെയാണ് ഇന്ത്യ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം യാത്രകൾ നടത്തി അഖില അവിടെ എത്തി, ഒന്നുകിൽ അവിടെ പൊട്ടും. ഈ കഥ കേട്ടല്ലോ, മുപ്പരായിട്ട് തള്ളിയതാണ്. പിന്നെ അഖിലക്ക് എന്തുണ്ട്, സിറിയയിലേക്ക് പോകണം, അവിടെ പോയി പൊട്ടിത്തെറിക്കണം, ആടി മേക്കണം, അങ്ങനെ ഒരു ടിപ്പിക്കൽ സംഗീത നെറേറ്റീവ്. അതായത് ഒരു ലവ് ജിഹാദിന്റെ ഇരയാണ് ഹാദിയ, എന്നിട്ട് എന്ത് ചെയ്യണം, അങ്ങനെ പ്രണയം കൊണ്ട് മതം മാറി അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുന്നതാണ്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ച് തള്ളി വിട്ടു. പക്ഷെ തൊട്ട് അടുത്തിരിക്കുന്ന ആള് ആരാണെന്നുള്ളത് മൂപ്പര് മറന്നുപോയി. മൂപ്പര് ഈ പറഞ്ഞ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ട് ഇയാള് ജസ്റ്റ് അച്ഛനോട് സംസാരിച്ചു എന്നാ പറഞ്ഞത്. അച്ഛനോട് മാത്രമല്ല, ഹാദിയയോട് അടക്കം സംസാരിച്ച ആളാണ് രാഹുൽ ഈശ്വർ. മാത്രമല്ല തിരിച്ച് ഹിന്ദു മതത്തിലേക്ക് അടക്കം കൊണ്ടുവരാമെന്ന് ശ്രമിച്ച ഒരാളും കൂടിയാണ്. എന്നിട്ട് എന്ത് ചെയ്തു, അടിച്ച് പിന്നെന്താ പറയാ, ആ നിലക്ക് വയറ് നിറച്ച് വാങ്ങി പോകുന്ന ഒരു കാഴ്ചയാണ് അടുത്തത്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. നമുക്കൊരു ഡെഫിനറ്റിലേക്ക് എത്താൻ കഴിയുമല്ലോ, പ്രത്യേകിച്ച് അഖില ഹാദിയയുടെ വിഷയം. അതായത് അഖില ഹാദിയയുടെ വിഷയം അദ്ദേഹത്തിന്റെ അച്ഛനോട് സംസാരിച്ചേ കാണൂ. അഖില ഹാദിയ വിഷയം നേരിട്ട് ഇടപെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്ത്യ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും അവരുടെ താഴെ നിൽക്കുന്ന NIA-യും സുപ്രീം കോടതിയും എടുത്ത നിലപാട് രാഹുൽ ഈശ്വർ എടുത്ത നിലപാടല്ലേ? അതിനേക്കാൾ വലിയ നിലപാടൊന്നും അല്ലല്ലോ ബാക്കിയുള്ളവർക്കുള്ളത്. അതായത് മോദിജി എന്ന് പറയുന്ന ഒരു സെന്റർ റൈറ്റ് നിൽക്കുകയും അമിത്ഷാജി എന്ന് പറയുന്ന കുറച്ചുകൂടെ സ്ട്രോങ് റൈറ്റിൽ നിൽക്കുകയും ചെയ്യുന്ന ഹോം മിനിസ്റ്ററുള്ള ഇന്ത്യയിൽ NIA അന്വേഷിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ 3 അംഗ ബെഞ്ച് എടുത്ത നിലപാടിനെക്കാട്ടി വലുതാണോ? ഇതാണോ പ്രൊപ്പഗാൻഡ? ഞാൻ അഖില ഹാദിയയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ കണ്ടത്, ഞാൻ സത്യം പറയാം, ഞാൻ അഖില ഹാദിയോട് പലതവണ പറഞ്ഞു, മോളെ മതം മാറിപ്പോവല്ലേ, നീ മതം മാറിപ്പോയ പ്രശ്നമാവും, നീ പറ്റുമെങ്കിൽ ഹിന്ദു മതത്തിൽ തന്നെ നിൽക്ക് ഞാൻ പലതവണ പറഞ്ഞു. അത് മതമാറ്റത്തിനോടോ അല്ലെങ്കിൽ അവളുടെ വിശ്വാസത്തെ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഇനി അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ അഖില ഹാദിയ പറഞ്ഞു, ഇല്ല ചേട്ടാ, എനിക്ക് അങ്ങനെ പോയേ പറ്റൂ, എനിക്ക് വിശ്വാസമാണ്, ഞാൻ ആദ്യം ആ വിശ്വാസത്തിലേക്ക് എത്തി. അഖില ഹാദിയയുടെ അമ്മ ഭയങ്കര ഒരു ഹിന്ദു വിശ്വാസിയാണ്, കുറച്ച് ഓവർ വിശ്വാസിയാണ്. അച്ഛൻ പഴയ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, CPI കാരനാണ്. ഞാൻ ഏകദേശം 3-4 തവണ ആ കൊച്ചിനെ വൈക്കത്താണ് വീട്ടിൽ പോയി കണ്ടു. ഞാൻ പലതവണ ഡിസ്കറേജ് ചെയ്തു. ഞാൻ ഗാന്ധിജി ഈ പറയുന്ന പോലെ ഗാന്ധിജിയും വിവേകാനന്ദനും ശ്രീനാരായണ ഗുരു ഒരുപാട് കോട്ട് ചെയ്ത് നോക്കി, എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് മതം മാറണമെന്നുള്ള നിർബന്ധത്തിൽ നിൽക്കുകയാണ്. മതം മാറി ഓൾറെഡി. ഞാൻ പറഞ്ഞു, ഞാൻ നിന്നെ അഖില ഹാദിയ എന്ന് വിളിക്കും, കാര്യം ഞാനൊരു ബാലൻസ് കെ നായരാണ്, നീ അഖില എന്നാണ് അച്ഛനും അമ്മയും ഇട്ട പേര്, നീ
സ്വീകരിച്ച പേര് ഹാദിയ എന്നാണ്, ഞാൻ നിന്നെ അഖില ഹാദിയ എന്ന് വിളിക്കും. ഞാൻ എന്നിട്ട് ഇനി പറയുന്നതിന് പ്രശ്നമല്ല, അത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ജോസഫൈൻ മാഡം ആയിരുന്നു, വനിതാ കമ്മീഷണറായിരുന്നു. ജോസഫൈൻ മാഡത്തെ പോയി കണ്ടു, നികേഷ് കുമാർ സാറിനെ പോയി കണ്ടു, സുപ്രീം കോടതിയിലെ റിപ്പബ്ലിക് ചാനലിലൊക്കെ പോയി കണ്ടു. ഞാൻ പറഞ്ഞു, എത്ര കാലമായി ആ കൊച്ചിനെ അങ്ങനെ പിടിച്ചിടാൻ പറ്റുന്നുണ്ട്. ഇതാണ് ലവ് ജിഹാദ് എന്ന് പറയും. ശ്രീ ആരിഫ് ഹുസൈൻ ഇപ്പം പറഞ്ഞ ഒരു സങ്കീർണതയില്ലെന്ന് പറഞ്ഞ വിഷയം ഇന്ത്യയിലെ NIA അന്വേഷിച്ച് സുപ്രീം കോടതിയുടെ 3 അംഗ ബെഞ്ച് തീരുമാനിച്ചൊരു വിഷയത്തെക്കുറിച്ചാണ് പുള്ളി പറയുന്നത്. ഏത് നിലപാട്? ഞാൻ പറഞ്ഞ നിലപാട്. അതുകൊണ്ട് ഇവിടെയാണ് 100% കള്ളമാണ് ആരിഫ് ഹുസൈൻ അഖില ഹാദിയയുടെ വിഷയത്തിൽ പറഞ്ഞത്. 99 അല്ല. ഈ പല കാര്യങ്ങളിലും 50% ഉണ്ടെങ്കിൽ കള്ളവും സത്യവും മനസ്സിലാക്കാൻ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും. അതായത് വെള്ളയും കറുപ്പും കൂടെ ഇടകലർന്ന് നിന്ന ഗ്രേ ആയി കിടക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും. അഖില ഹാദിയ വിഷയത്തിൽ 100% ഇറ്റ്സ് എ ലൈ. ആ ലൈ ആണ് സുപ്രീം കോടതി പൊളിച്ചടക്കിയത്. ആ സുപ്രീം കോടതി എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ പരമാവധി അഖില ഹാദിയയുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു. അവസാനം NIA പറഞ്ഞു ഈ കൊച്ചു വിശ്വാസത്തിന്റെ പേര് മതം മാറി. എന്നിട്ട് പറയുകയാണ് അവൾ അവിടെ പോകാത്തത് ഇവിടുത്തെ ആരോ എന്തോ ചെയ്തുകൊണ്ടാണ്. അഖില ഹാദിയ വെളിയിൽ പോകാനോ ഒന്നും പ്ലാൻ ചെയ്തൊന്നുമില്ല. നല്ലോണം കിട്ടി. കാരണം എന്താ വെച്ചാല് ഇതില് ഹിന്ദു ഭാഗത്ത് ഇടപെട്ട ആളോടാണ് മൂപ്പര് അടിച്ച് തള്ളിയത്. മൂപ്പര് കൃത്യമായിട്ട് പറഞ്ഞു അങ്ങനെ ഒരു പോവലോ അല്ലെങ്കിൽ ലവ് ജിഹാദോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമല്ല. ഇത് അത്രയും ആത്മാർത്ഥമായി മതം സ്വീകരിച്ച ഒരാളാണ്. അത്രയും രാഹുലൊക്കെ ഒരുപാട് മതം മാറുന്നത് തിരിച്ചെടുക്കാൻ, അതായത് ഹിന്ദുമതത്തിലേക്ക് തിരിച്ച് വിളിച്ച ആളാണ് രാഹുൽ. അപ്പൊ അങ്ങനെയുള്ള ഒരാളോട് ആണ് ഇയാളെന്ത് ചെയ്തത്, വെറുതെ പോയി തള്ളിയത്, വയറ് നിറച്ച് വാങ്ങിയത്.